ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ 4ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ക്ലാസ് കാണാനായിട്ട് താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൻ്റെ നോട്ടും ഇന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ടും ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ്. മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള രാജാക്കന്മാരുടെ ചരിത്രവും അതേപോലെ തന്നെ രാജാക്കന്മാരുടെ ഭരണപരിഷ്കാരങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് നിലവിൽ ഈ പറയുന്ന തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലഗണന ക്രമത്തിൽ ആരൊക്കെയാണ് വരുന്നത്, അതായത് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള രാജാക്കന്മാരെ ആദ്യം നമുക്കൊന്ന് പഠിക്കാം. അതിനുശേഷം ഓരോ രാജാക്കന്മാരെയും നമുക്ക് പഠിച്ച് സെറ്റായി തന്നെ അങ്ങ് പോകാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കോഡാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് തിരുവിതാംകൂർ രാജാക്കന്മാർ നമുക്ക് 12 പേരെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആ 12 പേരെയും നമ്മൾ ഒരുമിച്ച് ഓർത്തിരിക്കാനായിട്ട് ഒരു സിമ്പിൾ കോഡാണ്. അപ്പോൾ ഈ കോഡ് ആദ്യം തന്നെ ഒന്ന് പഠിക്കുക, അതിനുശേഷം നമുക്ക് ഓരോന്നും പഠിച്ചു പോകാം. ഓക്കെ, നമ്മുടെ കോഡ് ഇതാണ്: അനിയുടെ കാർ അവിടെ എത്താത്തതിനാൽ LPSലുള്ള ആയ വിശപ്പ് മൂലം സേതുവിനെ ചീത്ത പറഞ്ഞു. ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ അടുത്ത് ഒത്തിരി തവണ PSC ചോദിക്കാറുണ്ട് ആരാണ് ആദ്യത്തെ, അതേപോലെ തന്നെ ഈ ഡേറ്റിൽ, അതായത് 1798 ആരായിരുന്നു, 1815 ആരായിരുന്നു, അതേപോലെ തന്നെ എന്താണ് ഓരോ ഇയറും എപ്പോഴും വച്ച് PSC ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു കോഡ് ആദ്യം തന്നെ അങ്ങ് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അതായത് അനിയുടെ കാർ എന്ന് പറയുന്നതാണ് ആദ്യം വരുന്നത്. അനി എന്ന് പറയുമ്പോൾ ആദ്യം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആദ്യം വരുന്നത്. ഓക്കെ, നമുക്കറിയാം, അതായത് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള രാജാക്കന്മാരുടെ ചരിത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം വരുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് മക്കളെ 1729 മുതൽ 1758 വരെയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ആളാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1758 മുതൽ 1798 വരെയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കോഡ് കഴിഞ്ഞു, അതായത് അനിയുടെ കാർ. അപ്പോൾ ആരൊക്കെയായി? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി, അതേപോലെ തന്നെ കാർത്തിക തിരുനാൾ രാമവർമ്മയുമായി. ഓക്കെ, ഇനി മൂന്നാമത്തെ ആളാണ് അവിടെ എത്താത്തതിനാൽ. അപ്പോൾ അവിടെ എത്താത്തതിനാൽ ഉള്ളതിൻ്റെ അവി എന്ന് പറയുമ്പോൾ അവിടെ എന്നുള്ളതിൻ്റെ അവി എടുക്കുക, അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1798 മുതൽ 1810 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. അടുത്തത് LPSൽ എൽ എന്ന് പറയുമ്പോൾ റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടം 1810 മുതൽ 15 വരെയാണ്. അടുത്തത് P എന്ന് പറയുമ്പോൾ ആരാണ്? ഗൗരി പാർവതിബായി ആണ്. ഗൗരി പാർവതിബായിയുടെ കാലഘട്ടം 1815 മുതൽ 1829 വരെയാണ്. ഓക്കെ, ഇനി അടുത്തതാണ് S എന്ന് പറയുമ്പോൾ ആരാണ്? സ്വാതി തിരുനാൾ 1829 മുതൽ 1847 വരെയാണ് സ്വാതി തിരുനാളിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ അടുത്ത് എന്താ? ഉള്ള ആയ എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1847 മുതൽ 1860 വരെയാണ്. അടുത്തത് ആയ എന്ന് പറയുമ്പോൾ ആയില്യം തിരുനാളാണ്. 1860 മുതൽ 1880 വരെയാണ്. ഇനി വിശപ്പ് മൂലം എന്ന് പറയുമ്പോൾ വിശാഖം തിരുനാളാണ്. 1880 മുതൽ 1885 വരെ. അടുത്തത് മൂലം എന്ന് പറയുമ്പോൾ ശ്രീമൂലം തിരുനാളാണ്. 1885 മുതൽ 1924 വരെയാണ് ആരുടെ കാലഘട്ടം എന്ന് പറയുന്നത്? ശ്രീമൂലത്തിന്റെ കാലഘട്ടം. അടുത്തതാണ് സേതുവിനെ. അപ്പോൾ സേതുവിനെ എന്ന് പറയുമ്പോൾ ആരാണ്? സേതു ലക്ഷ്മി ഭായി ആണ്. 1924 മുതൽ 1931 വരെയാണ് സേതുലക്ഷ്മി. അടുത്ത് നോക്കിയേ, ചീത്ത പറഞ്ഞു എന്ന് പറയുമ്പോൾ ചിത്തിര തിരുനാളാണ്. 1931 മുതൽ 1939 വരെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വയ്ക്കുക. കോഡ് ഒന്നുകൂടി പറയാം. അതായത്
അനിയുടെ കാർ അവിടെ എത്താത്തതിനാൽ LPS ഉള്ള ആയ വിശപ്പ് മൂലം സേതുവിനെ ചീത്ത പറഞ്ഞു. ഇത് നിങ്ങൾ ഒരു 5 പ്രാവശ്യം പറഞ്ഞ ഈ പറയുന്ന കാലഗണന ക്രമത്തിൽ തിരുവിതാംകൂർ രാജാക്കന്മാരെ നമുക്ക് സെറ്റായിട്ട് പഠിച്ചു വെക്കാം. അനിയുടെ കാർ അവിടെ എത്താത്തതിനാൽ LPS ഉള്ള ആയ വിശപ്പ് മൂലം സേതുവിനെ ചീത്ത പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ നമുക്ക് എന്തായാലും കിട്ടും. ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇനി ഏറ്റവും അവസാനം ആരാന്നുള്ളത് നമുക്കറിയാം, ചിത്തിര തിരുനാളാന്നുള്ളത് നമുക്കറിയാം. ബാക്കിയുള്ളത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ കോഡ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ആദ്യം അവസാനം നമുക്ക് എന്താണ്? അനിയാണ് അവസാനം ചീത്ത പറഞ്ഞു എന്ന് പറയാം. അപ്പോൾ അനിയുടെ കാർ അവിടെ എത്താത്തതിനാൽ LPS ഉള്ള ആയ എന്താണ്? വിശപ്പ് മൂലം സേതുവിനെ ചീത്ത പറഞ്ഞു എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ കാര്യം എല്ലാവരും ഒന്ന് കാണാപ്പാഠം പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഓരോരുത്തരെയും നമുക്ക് പഠിക്കാം. അതായത് നമുക്ക് പഠിക്കാനുള്ളത് അറിയാലോ, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിന്റെ ചരിത്രമാണ്. അപ്പോൾ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് നമുക്ക് ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതാദ്യം തന്നെ നമുക്കൊന്ന് നോക്കാം. തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂർ രാജവംശം അറിയപ്പെട്ടിരുന്നത് തൃപ്പാപ്പൂർ സ്വരൂപം എന്ന പേരിലാണ്. വഞ്ചി ഭൂപതി എന്നറിയപ്പെട്ടുന്ന രാജാക്കന്മാരായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാർ. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ പേര് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? തൃപ്പാപ്പൂർ സ്വരൂപം എന്ന പേരിലാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത്. വഞ്ചി ഭൂപതി എന്നറിയപ്പെടുന്ന രാജാക്കന്മാരും ആര് തന്നെയാണ്? തിരുവിതാംകൂർ രാജാക്കന്മാരാണ്. തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരായിരുന്നു ശ്രീ പത്മനാഭ ദാസന്മാർ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീ പത്മനാഭ ദാസന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടതും ആര് തന്നെയാ? തിരുവിതാംകൂർ രാജാക്കന്മാർ തന്നെയാണ്. ശ്രീ പത്മനാഭ ദാസന്മാർ, അതേപോലെ തന്നെ എന്താണ്? വഞ്ചി ഭൂപതിമാർ, അതേപോലെ തന്നെ എന്താണ്? തൃപ്പാപ്പൂർ സ്വരൂപം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടത് തിരുവിതാംകൂർ രാജവംശമാണ്. ഓക്കെ, ഇനി തിരുവിതാംകൂർ രാജവംശത്തിന്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 1729 മുതൽ 1758 വരെയുള്ള കാലഘട്ടമാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ. ഓക്കെ, തിരുവിതാംകൂറിന്റെ മുഖ്യമന്ത്രിമാർ അന്ന് അറിയപ്പെട്ടത് ദളവ അല്ലെങ്കിൽ ദിവാൻ എന്ന പേരിലാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടത് എന്ത് പേരിലാ? ദളവ അല്ലെങ്കിൽ ദിവാൻ എന്ന പേരിലാണ്. ഓക്കെ, തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയാണ് ചട്ടവരിയോലകൾ. ചോദിച്ചേക്കണ ചോദ്യമാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചട്ടവരിയോലകളാണ്. ആരാണ് ഈ ചട്ടവരിയോലകൾ എന്ന് പറയുന്നത് എഴുതി തയ്യാറാക്കിയത് എന്ന് ചോദിച്ചാൽ അത് ദിവാൻ കേണൽ മൺട്രോ ആണ്. ദിവാൻ കേണൽ മൺട്രോ ആണ് ചട്ടവരിയോലകൾ. അതായത് തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത എഴുതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേണൽ മൺട്രോ ആണ്. അതിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ നിയമസംഹിതയുടെ എന്താണ്? ചട്ടവരിയോലകൾ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ബേസ് ആയിട്ടുള്ള കാര്യമാണ്, വളരെ വ്യക്തമായെന്ന് കരുതുന്നു. തിരുവിതാംകൂറിൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം കൊണ്ടുവന്നതും ആര് തന്നെയാ? കേണൽ മൺട്രോ തന്നെയാണ്. അപ്പോൾ തിരുവിതാംകൂറിൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ കേണൽ മൺട്രോ ആണ്. 1814 കേണൽ മൺട്രോ ദിവാൻ സ്ഥാനമൊഴിഞ്ഞപ്പോൾ ദേവൻ പത്മനാഭനാണ് പിന്നീട് പിൻഗാമിയായി നാമനിർദ്ദേശം ചെയ്തത്. കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്നാണ്? 1888 തിരുവിതാംകൂറിലാണ് കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത്. ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. ആദ്യം വന്നത് മൈസൂരാണ്. രണ്ടാമതായിട്ട് നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ്. സ്വന്തമായി തപാൽ സംവിധാനം ആരംഭിച്ച ആദ്യത്തെ നാട്ടുരാജ്യം. ഓക്കെ, അപ്പൊ സ്വന്തമായി തപാൽ സംവിധാനം ആരംഭിച്ച ആദ്യത്തെ നാട്ടുരാജ്യം അതാണ് ഏതെന്ന് പറയുന്നത്? തിരുവിതാംകൂർ. അന്ന് തിരുവിതാംകൂറിലെ തപാൽ സംവിധാനം അറിയപ്പെട്ടിരുന്നത് അഞ്ചൽ എന്ന പേരിലാണ്. ഓക്കെ, അപ്പോൾ അഞ്ചൽ എന്ന പേരിൽ തപാൽ സംവിധാനം ആരംഭിച്ച ആദ്യ നാട്ടുരാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവിതാംകൂർ ആണ്. മറന്നു പോകരുത്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ചൽ. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യവും തിരുവിതാംകൂർ. തിരുവിതാംകൂർ ചരിത്രം എന്ന കൃതി രചിച്ചത് പി ശങ്കുണ്ണി മേനോനാണ്. അപ്പോൾ പി ശങ്കുണ്ണി മേനോനാണ് തിരുവിതാംകൂർ ചരിത്രം എന്ന
കൃതി രചിച്ചത്? തിരുവിതാംകൂറിലെ തദ്ദേശ ജീവിതം എന്ന പുസ്തകം രചിച്ചത് സാമുവൽ മെറ്റിയർ ആണ്. സാമുവൽ മെറ്റിയർ, നേറ്റീവ് ലൈഫ് ഇൻ ട്രാവൻകൂർ എന്ന് പറയുന്ന ആ പുസ്തകം രചിച്ചത് സാമുവൽ മെറ്റിയർ. തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം എഴുതിയത് നമുക്കറിയാം, വഞ്ചീശമംഗളം. അത് എഴുതിയത് ഉള്ളൂരാണ്. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഞ്ചീശമംഗളമാണ്. ഇത് എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഉള്ളൂരാണ് ഇത് എഴുതിയത്. തിരുവിതാംകൂറിന്റെ പ്രധാന ആരാധനാമൂർത്തി നമുക്ക് ഒരിക്കലും തെറ്റത്തില്ല, കാരണം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ആരാണ്? ശ്രീ പത്മനാഭ സ്വാമിയാണ് എന്ത് തിരുവിതാംകൂറിന്റെ പ്രധാന ആരാധനാമൂർത്തി. ഓക്കെ, തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഔദ്യോഗിക ചിഹ്നമാണ് ശംഖ്. തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന, ഒരു കാലത്ത് ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ്, തിരുവിതാംകൂറിലെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചിനാട്. തിരുവിതാംകൂർ പട്ടാളം അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു നായർ ബ്രിഗേഡ്. ഓക്കെ, അപ്പോ തിരുവിതാംകൂറിന്റെ പട്ടാളം അറിയപ്പെട്ടത് ഏത് പേരിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? നായർ ബ്രിഗേഡ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം. വഞ്ചി ഭൂപതി എന്നറിയപ്പെടുന്ന രാജാക്കന്മാരായിരുന്നു ആര്? തിരുവിതാംകൂർ രാജാക്കന്മാർ. തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭദാസന്മാർ എന്ന പേരിലുമാണ്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ സ്ഥാപകനായിരുന്നു ആരെന്ന് പറയുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് 1729 മുതൽ 1758 വരെ. അതേപോലെ തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവ അല്ലെങ്കിൽ ദിവാൻ എന്ന പേരിലാണ്. ആദ്യത്തെ തിരുവിതാംകൂറിലെ എഴുതപ്പെട്ട നിയമ സംഹിതയാണ് ചട്ടവരിയോലകൾ. ആരാണ് എഴുതി തയ്യാറാക്കിയതെന്ന് ചോദിച്ചാൽ മക്കളെ ആരാണ്? ദിവാൻ കേണൽ മൺട്രോ ആണ്. ഓക്കെ, അതേപോലെ തന്നെ തിരുവിതാംകൂറിൽ ഓഡിറ്റ് അക്കൗണ്ട് സമ്പ്രദായം കൊണ്ടുവന്നും ദിവാൻ കേണൽ മൺട്രോ ആണ്. കേണൽ മൺട്രോ സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ദേവൻ പത്മനാഭനാണ് പിൻഗാമിയായി പിന്നീട് അങ്ങോട്ടേക്ക് വന്നത്. ആദ്യമായിട്ട് കേരളത്തിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിൽ 1888 ഇന്ത്യയിൽ തന്നെ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് തിരുവിതാംകൂറിൽ ആദ്യത്തെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈസൂരായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ തപാൽ സംവിധാനം തിരുവിതാംകൂറിൽ അറിയപ്പെട്ടത് അഞ്ചൽ എന്ന പേരിലാണ്. ഓക്കെ, വനിതാ പോലീസ് സ്റ്റേഷൻ എന്താണ്? ആദ്യമായി വനിതാ പോലീസിനെ നിർമ്മിച്ചതും ഏത് നാട്ടുരാജ്യ? തിരുവിതാംകൂർ തന്നെയാണ്. തിരുവിതാംകൂറിന്റെ ചരിത്രം എന്ന കൃതി P. ശങ്കുണ്ണി മേനോൻ, അതേപോലെ നേറ്റീവ് ലൈഫ് ഇൻ ട്രാവൻകൂർ എന്ന പുസ്തകം എഴുതിയത് സാമുവൽ മെറ്റിയറുമാണ്. തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനമാണ് വഞ്ചീശമംഗളം എഴുതിയത് ഉള്ളൂരാണ്. അതേപോലെ തന്നെ തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക ചിഹ്നമാണ് ശംഖ്. അതേപോലെ തിരുവിതാംകൂറിന്റെ നെല്ലറ നാഞ്ചിനാട്. അവിടുത്തെ പട്ടാളം അറിയപ്പെട്ടിരുന്നതാണ് നായർ ബ്രിഗേഡ്. ഇത്രയും കാര്യങ്ങൾ മക്കളെ നമ്മൾ ബേസ് ആയിട്ട് തിരുവിതാംകൂർ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ച് സെറ്റാക്കി വെക്കണം. കാരണം ബേസ് കുറേ ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വരുന്ന എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് രാജവംശവും പുതിയ പേരും പഴയ പേരും ഒത്തിരി തവണ ചോദിക്കാറുണ്ട്. തിരുവിതാംകൂർ തൃപ്പാപ്പൂർ സ്വരൂപം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. തിരുവിതാംകൂർ തൃപ്പാപ്പൂർ സ്വരൂപം. വേണാടാണെങ്കിൽ ചിറവ സ്വരൂപം. കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം എന്ന പേരിലാണ് കൊച്ചി അറിയപ്പെട്ടത്. അതേപോലെ കോഴിക്കോടാണെങ്കിൽ നെടിയിരിപ്പ് സ്വരൂപം. കോലത്തുനാട് കോല സ്വരൂപം. കൊട്ടാരക്കര ഇളയടത്ത് സ്വരൂപം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ ഇതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക, രാജവംശവും പുതിയ പേരും അതേപോലെ തന്നെ പഴയ പേരും. ഓക്കെ, ഇനി നമുക്ക് നേരെ മാർത്താണ്ഡവർമ്മയിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. കാലഘട്ടം നമ്മൾ പറഞ്ഞു 1729 മുതൽ 1758 വരെയുള്ള കാലഘട്ടമാണ് മാർത്താണ്ഡവർമ്മയുടെ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, അത് തന്നെയാണ് ആദ്യത്തെ പോയിന്റ്. ഓക്കെ, എന്താണ്? ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെട്ടതും ആരെ തന്നെയാണ്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയമാണ് കേരള ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്നാണ്. അതായത് പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ. ഓക്കെ, അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം കേരള ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടത് ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്നാണ്. അതായത് പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്ന പേരിൽ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അമ്മാവന്മാരെ ഉൾപ്പെടെ പല പല ആളുകളെയും വെറുപ്പിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവരെ എല്ലാവരെയും അടിച്ചമർത്തിക്കൊണ്ടാണ് മാർത്താണ്ഡവർമ്മ അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ
അതുകൊണ്ട് തന്നെ ശരിക്കും തിരുവിതാംകൂർ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്ത് തൻ്റെ സ്ഥാനം അവിടെ ഉറപ്പിക്കാനായിട്ട് പൊരുതിയ ഒരു രാജാവും ആര് തന്നെയാന്ന് പറയാം, മാർത്താണ്ഡവർമ്മ തന്നെയാണ്. ബാക്കിയുള്ളവർക്ക് പിന്നെ എന്ത് ചെയ്താൽ മതിയായിരുന്നു, ആ ട്രാക്കിലൂടെ ഇങ്ങ് വന്നു പോയാൽ മാത്രം മതിയായിരുന്നു. പക്ഷെ അവിടെ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പട പൊരുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മാർത്താണ്ഡവർമ്മയാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു എന്താണ് ഈ പറയുന്ന ചരിത്രത്തിൽ തന്നെ മാർത്താണ്ഡവർമ്മയുടെ ഭരണത്തെ ബ്ലഡ് ആൻഡ് അതായത് പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്ന പേരിൽ അറിയപ്പെട്ടത്. അടിച്ചമർത്തി തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനം അവിടെ അരക്കിട്ട് ഉറപ്പിച്ചത്. ഓക്കെ, ഇനി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കൽക്കുളമാണ്. ശ്രീ പത്മനാഭദാസൻ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവാണ് മാർത്താണ്ഡവർമ്മ. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന രാജാവ്. കേരളത്തിലെ അശോകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, വിക്രമാദിത്യ വരഗുണനാണ്. അതേപോലെ തന്നെ വരഗുണൻ. എന്നാൽ തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെട്ടത് മാർത്താണ്ഡവർമ്മയാണ്. എന്നാൽ ദക്ഷിണേന്ത്യയിലെ അശോകൻ ആരാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് അമോഘവർഷനാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് വിക്രമാദിത്യ വരഗുണനാണ്. ഇനി തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെടുന്നത് നമുക്കറിയാം മാർത്താണ്ഡവർമ്മയാണ്. ദക്ഷിണേന്ത്യയിലെ അശോകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമോഘവർഷനാന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചു. മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളമാണ്. എന്നാൽ മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാവേലിക്കരയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നിലവിലെ രാഷ്ട്രീയ തലസ്ഥാനം മാർത്താണ്ഡവർമ്മയുടെ കൽക്കുളമാണ്. വ്യാപാര തലസ്ഥാനം എന്ന് പറയുന്നത് മാവേലിക്കരയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിലേക്കുള്ള ഒരു ചോദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റണം. അപ്പോൾ കൽക്കുളം രാഷ്ട്രീയം, മാവേലിക്കര വ്യാപാരം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ രാജാവാണ് മാർത്താണ്ഡവർമ്മ. കൃഷ്ണശർമ്മൻ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയായിരുന്നു എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ബേസ് ആയിട്ട് മാർത്താണ്ഡവർമ്മയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ, ഈ രണ്ട് വിശേഷണവും ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാർത്താണ്ഡവർമ്മയ്ക്കാണ്. ഭരണനയമായിരുന്നു ബ്ലഡ് ആൻഡ് അയൺ പോളിസി. അതേപോലെ തന്നെ എന്താണ് ആസ്ഥാനം അദ്ദേഹത്തിന്റെ കൽക്കുളമാണ്. അതേപോലെ തന്നെ എന്താണ് നിലവിൽ വ്യാപാര തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് മാവേലിക്കരയാണ്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം, അതായത് ബജറ്റ് കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം അഥവാ ബജറ്റ് കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മ. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് ആരുടെ കാലഘട്ടത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത്. കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്, നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ്. അതേപോലെ തന്നെ ആ സമയത്ത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ഒരു ചടങ്ങുണ്ട്. അതിന്റെ പേരായിരുന്നു ഹിരണ്യഗർഭം എന്ന് പറയുന്നത്. ഇതൊക്കെ PSC ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ചടങ്ങ് താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഹിരണ്യഗർഭമാണ്. ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ. അപ്പോൾ ഹിരണ്യഗർഭം എന്ന് പറയുന്ന ആ ഒരു ചടങ്ങ്, അതായത് തിരുവിതാംകൂറിലെ രാജാക്കന്മാരുടെ കിരീടധാരണമാണ് എന്തെന്ന് പറയുന്നത് ഹിരണ്യഗർഭം എന്ന് പറയുന്ന ചടങ്ങ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയാണ്. ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതം അറിയപ്പെട്ടതാണ് പഞ്ചഗവ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതത്തിന് പറയുന്ന പേരാണ് പഞ്ചഗവ്യം. കണ്ടെഴുത്ത് സമ്പ്രദായം നടപ്പിലാക്കിയത് മാർത്താണ്ഡവർമ്മ. ക്ഷേത്രക്കണക്കുകൾ കൃത്യമായി സൂക്ഷിച്ചിട്ടില്ലെങ്കിലും നിലങ്ങളിൽ നിന്ന് പിരിഞ്ഞു കിട്ടേണ്ട തുക ശരിയായി ശേഖരിച്ചിട്ടില്ലെന്ന് മാർത്താണ്ഡവർമ്മ മനസ്സിലാക്കി. മാർത്താണ്ഡവർമ്മ കൊണ്ടുവന്ന ഭൂ സർവേ അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു എന്തെന്ന് പറയുന്നത്, കണ്ടെഴുത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ക്ഷേത്രക്കണക്കുകൾ കൃത്യമായിട്ട് സൂക്ഷിച്ചിട്ടില്ലെങ്കിലും നിലങ്ങളിൽ നിന്ന് പിരിഞ്ഞു കിട്ടേണ്ട തുക ശരിയായി ശേഖരിച്ചിട്ടില്ലെന്നും മനസ്സിലാക്കി. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ഭൂസർവേ അദ്ദേഹം കൊണ്ടുവന്നു. അതാണ് കണ്ടെഴുത്ത് എന്ന് പറയുന്നത്. എന്താണ് കണ്ടെഴുത്ത്? അപ്പോൾ
PSC ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ഈ പറയുന്ന കണ്ടെഴുത്ത് സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, ഇനി കേട്ടെഴുത്ത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശക്തൻ തമ്പുരാണ്. അപ്പോൾ എപ്പോഴും അത് മാറിപ്പോവും. ഒരു കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ് ഈ പറയുന്നത്. അതായത് എന്താണ് കണ്ടെഴുത്ത്, എന്താണ് കേട്ടെഴുത്ത്? അപ്പോൾ കണ്ടെഴുത്ത് കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയും കേട്ടെഴുത്ത് കൊണ്ടുവന്നത് ശക്തൻ തമ്പുരാനാണ്. കണ്ടെഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? മാർത്താണ്ഡവർമ്മ കൊണ്ടുവന്നു. ക്ഷേത്ര കണക്കുകളും അതേപോലെ തന്നെ എന്താണ് ക്ഷേത്രങ്ങളിൽ നിന്നും ക്ഷേത്ര നിലങ്ങളിൽ നിന്നും പിരിഞ്ഞു കിട്ടേണ്ട നികുതികളൊന്നും കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നില്ല, പിരിഞ്ഞു കിട്ടുന്നില്ല. അപ്പൊ അതിനു വേണ്ടി കൊണ്ടുവന്ന ഭൂസർവേ ആയിരുന്നു കണ്ടെഴുത്ത്. ഇനി കേട്ടെഴുത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശക്തൻ തമ്പുരാനാണ് നടപ്പാക്കിയത്. ഓക്കെ, ഇനി വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയും അതേപോലെ തന്നെ ആരാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു നാട്ടുരാജ്യവുമായി ആദ്യമായി വച്ച ഉടമ്പടിയാണ് ഏതെന്ന് പറയുന്നത്? വേണാട് ഉടമ്പടി എന്ന് പറയുന്നത്. ഓക്കെ, വേണാട് ഉടമ്പടി എന്നാണ് ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSC ചോദിച്ചിട്ടുണ്ട്. 1723 വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ഓക്കെ, അപ്പോൾ ആരാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജാവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഒപ്പുവെച്ച വർഷം എന്നാന്നുള്ളത് മക്കളെ ഉറപ്പായിട്ടും പഠിച്ചു വച്ചോ. 1723 വേണാട് ഉടമ്പടി, മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി. പൊന്മണ അണ, പുത്തനണ എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ച ഭരണാധികാരി. ഓക്കെ, അപ്പൊ പൊന്മന അണ, പുത്തനണ എന്നീ 2 അണക്കെട്ടുകൾ നിർമ്മിച്ചു മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്തത് 1730 ഉദയഗിരി കോട്ട പുതുക്കിപ്പണിത ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരി വീര രവിവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ ഇളയെടുത്ത് സ്വരൂപത്തെ തിരുവിതാംകൂറിനോട് ലയിപ്പിച്ചത് 1741 മാർത്താണ്ഡവർമ്മയുടെ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷം. ഓക്കെ, അപ്പോൾ മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1742 1742 മാർത്താണ്ഡവർമ്മയുടെ കായംകുളം രാജാവുമായി ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു മാന്നാർ ഉടമ്പടി. കള്ളക്കടത്ത് തടയാൻ വേണ്ടി അതിർത്തിയിൽ ചൗക്കകൾ ഏർപ്പെടുത്തിയ ഭരണാധികാരി. ചൗക്കകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ കള്ളക്കടത്ത് തടയാൻ വേണ്ടിയിട്ടാണ് അതിർത്തിയിൽ ഈ പറയുന്ന ചെക്ക് പോസ്റ്റുകൾ ഏർപ്പെടുത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ്. കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ. ഓക്കെ, അപ്പോൾ കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. പ്രശസ്തമായ ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം സ്ഥിതി ചെയ്യുന്ന കൊട്ടാരമാണ് ഏതെന്ന് പറയുന്നത്? കൃഷ്ണപുരം കൊട്ടാരം. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് സൈനികർക്ക് അവരുടെ സേവനകാലം മുഴുവൻ നൽകിയിരുന്ന നികുതി ഇളവിന് പറയുന്ന പേരായിരുന്നു ഇരയിളി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്ത് വെച്ചോട്ടോ, കാരണം റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമൊക്കെ ആയിട്ട് വേണമെങ്കിൽ വരാം. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് സൈനികർക്ക് അവരുടെ സേവനകാലം മുഴുവൻ നൽകിയിരുന്ന നികുതി ഇളവിന് പറയുന്ന പേരായിരുന്നു ഇരയിളി എന്ന് പറയുന്നത്. സൈനികർ വിരമിക്കുമ്പോൾ നൽകിയിരുന്ന പെൻഷൻ സമ്പ്രദായമാണ് ഇരയിളി അടുത്തൂൺ എന്ന് പറയുന്നത്. അപ്പോൾ സൈനികർക്ക് നൽകിയിരുന്ന നികുതി ആയിരുന്നു ഇരയിളി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് അവർക്ക് സൈനികർക്ക് നൽകിയിരുന്ന പെൻഷൻ സമ്പ്രദായത്തിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇരയിളി അടുത്തൂൺ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും എന്താണ്? സൈനികരുമായി ബന്ധപ്പെട്ടാണ് ഇരയിളിയും ഇരയിളി അടുത്തൂൺ എന്ന് പറയുന്നത്. ഇരളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ടാക്സ് അവർക്ക് കൊടുക്കണ്ടായിരുന്നു. ഇരയിളി അടുത്തൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈനിക സേവനം കഴിഞ്ഞ സൈനികർക്ക് തിരുവിതാംകൂർ രാജവംശം കൊടുത്തിരുന്ന പെൻഷൻ ആയിരുന്നു ഇരയിളി അടുത്തൂൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. തൃപ്പടിദാനം. മാർത്താണ്ഡവർമ്മ താൻ വിസ്തൃതമാക്കിയ രാജ്യം തൻ്റെ കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. ഇതാണ് എന്തെന്ന് പറയുന്നത്? തൃപ്പടിദാനം. ഇതിനുശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രീ പത്മനാഭദാസന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1750 ജനുവരി 3. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ അത് ധർമ്മരാജയാണ്. തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉമാ മഹേശ്വരിയാണ്. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂർ ഹിസ്റ്ററി ആയിട്ട് പഠിക്കുമ്പോൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ് ടോപ്പിക് ആയിട്ട് വരുന്നതാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്. എന്താണ് തൃപ്പടിദാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്?
അതായത് മാർത്താണ്ഡവർമ്മ താൻ വിസ്തൃതമാക്കിയ ഈ രാജ്യമെല്ലാം ആർക്ക് കൊടുക്കുകയാണ്? തൻ്റെ കുലദൈവമായ ശ്രീ പത്മനാഭദാസന് സമർപ്പിച്ച് ഇനി മുതൽ ആരാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉടയോൻ എന്ന് പറയുന്നത് ശ്രീ പത്മനാഭനാണ്. ഇനി ശ്രീ പത്മനാഭന്റെ ദാസനായിട്ടാണ് ഇനി ഞാൻ അങ്ങോട്ടേക്ക് ഭരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ രാജാവാണ് ആരെന്ന് പറയുന്നത്? മാർത്താണ്ഡവർമ്മ. അങ്ങനെ തൃപ്പടിദാനം നടത്തിയ വർഷം എന്നാന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. എന്നാണ് മക്കളെ? 1750 ജനുവരി 3-നാണ് തൃപ്പടിദാനം നടത്തിയത്. അപ്പോൾ എന്നാണ് തൃപ്പടിദാനം? മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. 1750 ജനുവരി 3. 1750 ജനുവരി 3-നാണ് തൃപ്പടിദാനം നടത്തുന്നത്. ഇനി രണ്ടാം തൃപ്പടിദാനം നടത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണാധികാരി ധർമ്മരാജയായിരുന്നു. കിഴവൻ രാജ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ധർമ്മരാജ. ഏറ്റവും കൂടുതൽ തിരുവിതാംകൂർ ഭരിച്ചതും അദ്ദേഹം തന്നെയാണ്. ആ ധർമ്മരാജയാണ് രണ്ടാം തൃപ്പടിദാനം നടത്തിയത്. ഓക്കെ, ഇനി തൃപ്പടിദാനം എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഉമാമഹേശ്വരിയാണ് തൃപ്പടിദാനം എന്ന് പറയുന്ന കൃതി രചിച്ചത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് നമുക്ക് മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രി. ഒത്തിരി തവണ ചോദിച്ചതാണ് രാമയ്യൻ ദളവ. ഓക്കെ, അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രി അറിയപ്പെട്ട പേരാണ് രാമയ്യൻ ദളവ. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികളായിരുന്നു രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യർ. ഈ 3 പേരെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചേക്കണതാണ്. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികളായിരുന്നു രാമപുരത്ത് വാര്യര്, കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യർ. 1736 മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്നു മരിച്ച കൊട്ടാരക്കര രാജാവായിരുന്നു വീരകേരള വർമ്മ. തിരുവിതാംകൂറിലെ വ്യാപാര മന്ത്രിമാർ അറിയപ്പെട്ടിരുന്ന പേരാണ് മുളകുമടി ശീലക്കാർ. ഓക്കെ, അപ്പോൾ മുളകുമടി ശീലക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂറിലെ വ്യാപാര മന്ത്രിമാർ അറിയപ്പെട്ടിരുന്ന പേരാണ് മുളകുമടി ശീലക്കാർ. തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് മതിലകം രേഖകൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ്. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പള്ളിയാടി മല്ലൻ ശങ്കരൻ. ഓർത്തുവച്ചോ, മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രിയാണ് പള്ളിയാടി മല്ലൻ ശങ്കരൻ. അപ്പൊ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു തിരുവിതാംകൂറിലെ വ്യാപാര മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് മുളകുമടി ശീലക്കാരുമാണ്. ഓക്കെ, തിരുവിതാംകൂറിലെ വസ്തുക്കളെ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. അതായത് ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക. ഓക്കെ, 4 തിരുവിതാംകൂറിലെ വസ്തുക്കളെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 1 ദേവസ്വം, 2 ബ്രഹ്മസ്വം, 3 ദാനം, 4 പണ്ടാരവക എന്നിങ്ങനെ 4 തരം തിരിച്ചു. അങ്ങനെ ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പള്ളിയാടി മല്ലൻ ശങ്കരൻ. ഓക്കെ, അതായത് മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രിയായിട്ടുള്ള പള്ളിയാടി മല്ലൻ ശങ്കരനാണ് തിരുവിതാംകൂറിലെ വസ്തുക്കളെ 4 തരം തിരിച്ചത്. അതിലൊന്നാണ് ഏതെന്ന് പറയുന്നത് ദേവസ്വം, 2 ബ്രഹ്മസ്വം, 3 ദാനം, 4 പണ്ടാരവക. പണ്ടാരവക എന്ന വാക്കിന്റെ അർത്ഥം രാജ്യത്തിന്റെ ഭൂമി എന്നതാണ് പണ്ടാരവക എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. കുരുമുളക്, ഉപ്പ്, പുകയില തുടങ്ങിയവയുടെ വ്യാപാരത്തിൽ ഉണ്ടായിരുന്ന കുത്തക തിരുവിതാംകൂർ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കി. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നുണ്ടാകുന്ന മണ്ഡപത്തും വാതുക്കൽ ഒരു കാര്യസ്ഥന്റെ കീഴിലായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിനെ 20 മണ്ഡപത്തും വാതുക്കലായി തിരിച്ചിരുന്നു. ഭരണഘടനയിൽ ഏറ്റവും താഴെയുണ്ടായിരുന്ന പ്രവർത്തിക്കാരാണ് ഗ്രാമത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്നത്. എട്ടരയോഗം, 8 വീട്ടിൽ പിള്ളമാർ ഇവ രണ്ടും മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ പഠിച്ചേക്കുന്നതാണ് എട്ടരയോഗവും 8 വീട്ടിൽ പിള്ളമാരും. അപ്പോൾ ഭരണഘടനയിൽ ഏറ്റവും താഴെ ഉണ്ടായിരുന്ന പ്രവർത്തിക്കാനാണ് ഗ്രാമത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്നത്. ഓക്കെ, ഇനി എന്താണ് എട്ടരയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിർവഹണ സമിതിയാണ് എട്ടരയോഗം എന്ന് പറയുന്നത്. ദേവസ്വം കാര്യങ്ങൾ തീരുമാനിക്കാൻ 8 പോറ്റുമാർക്കും ഓരോ വോട്ട് വീതം മഹാരാജാവിന് അര വോട്ടുമാണ് ഉണ്ടായിരുന്നത്. എട്ടരയോഗം കൂടുമ്പോൾ അധ്യക്ഷപദം അലങ്കരിച്ചിരുന്നത് പുഷ്പാഞ്ജലി സ്വാമിയാറാണ്. ഓക്കെ, അപ്പോൾ എട്ടരയോഗം ഒന്ന് ഓർത്തു വച്ചേർന്നാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ എങ്ങാനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എട്ടരയോഗവും അതേപോലെ തന്നെ 8 വീട്ടിൽ പിള്ളമാർ എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏത് തിരുവിതാംകൂർ രാജാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർത്താണ്ഡവർമ്മയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ എട്ടരയോഗം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണ
നിർവഹണ സമിതിയാണ് എട്ടര യോഗം എന്ന് പറയുന്നത്. ദേവസ്വം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ 8 പോറ്റുമാർക്കും ഓരോ വോട്ട് വീതമും മഹാരാജാവിന് അര വോട്ടും ആണ് അന്ന് ഉണ്ടായിരുന്നത്. എട്ടര യോഗം കൂടുമ്പോൾ അധ്യക്ഷത ഫലം അലങ്കരിച്ചിരുന്നത് അത് പുഷ്പാഞ്ജലി സ്വാമിയാറാണ്. ഓക്കെ, അടുത്തതാണ് 8 വീട്ടിൽ പിള്ളമാർ. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതാണ് 8 വീട്ടിൽ പിള്ളമാർ എന്നറിയപ്പെടുന്നത്. 1 2 3 4 5 6 7 8 അങ്ങനെ 8 പേരുണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് ക്ഷേത്രം വക വസ്തുക്കൾ 8ആയി ഭാഗിച്ച് കരം പിരിക്കുന്നതിനും മറ്റുമായി ഓരോ ഭാഗവും ഓരോ നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചു. അപ്പോൾ ക്ഷേത്രം വക വസ്തുക്കൾ എന്ത് ചെയ്യാണ്, 8ആയിട്ട് അങ്ങോട്ട് തരംതിരിക്കുകയാണ്. എന്നിട്ട് ഈ പറയുന്ന ഓരോരുത്തർക്കും എന്ത് ചെയ്യാണ്, ആ സ്ഥലങ്ങളുടെയൊക്കെ നികുതി പിരിക്കാനായിട്ട് ഏർപ്പാട് ചെയ്യുകയാണ്. ഈ നായർ മാടമ്പിമാരാണ് അന്ന് ഏത് പേരിൽ അറിയപ്പെട്ടത്, 8 വീട്ടിൽ പിള്ളമാരെന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ ക്ഷേത്രം വക ഭൂമിയുണ്ട്, ആ ഭൂമി എന്ത് ചെയ്യാണ്, തിരിക്കുകയാണ്, തരംതിരിച്ച് 8ആയിട്ട് തരംതിരിച്ച് ആ 8 എന്താണ് ഭൂമിയുടെയും എന്താണ് കരം പിരിക്കുന്നതിന് വേണ്ടി ഓരോ മാടമ്പിമാരെയും ഏൽപ്പിച്ചു. അങ്ങനെ ഏൽപ്പിച്ച ഈ 8 ആളുകളെയാണ് 8 വീട്ടിൽ പിള്ളമാരെന്ന പേരിൽ അറിയപ്പെട്ടത്. കുളത്തൂർ, കഴക്കൂട്ടം, ചെമ്പഴന്തി, കുടമൺ, പള്ളിച്ചൽ, വെങ്ങാനൂർ, രാമനാമഠം, മാർത്താണ്ഡമഠം എന്നിങ്ങനെ വ്യത്യസ്ത 8 ഗ്രാമങ്ങളിലെ കുടുംബക്കാരായിരുന്നു 8 വീട്ടിൽ പിള്ളമാരെന്ന പേരിൽ അറിയപ്പെട്ടത്. 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർത്താണ്ഡവർമ്മയാന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് മ്യൂറൽ പഗോഡ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കിപ്പണിതത് മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കിപ്പണിതത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, മാർത്താണ്ഡവർമ്മയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റയ്ക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച ഭരണാധികാരിയും ആര് തന്നെയാ, മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റയ്ക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മ്യൂറൽ പെയിന്റിംഗ് വരപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. അങ്ങനെയാണ് മ്യൂറൽ പഗോഡ എന്ന പേരിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അറിയപ്പെടാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ഈ പറയുന്ന മ്യൂറൽ പെയിന്റിംഗ് വരപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയാണ്. അങ്ങനെ ഈ പറയുന്ന മ്യൂറൽ പഗോഡ എന്ന പേരിലേക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മാറുകയാണ്. ഓക്കെ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹത്തിന്റെ കാലത്താണ് ഒത്തിരി പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചതും മാർത്താണ്ഡവർമ്മ. രാജ്യത്തിന്റെ ഐശ്വര്യത്തിനായി 6 വർഷത്തിലൊരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ഉത്സവമായിരുന്നു മുറജപം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മുറജപം എന്ന് ചോദിച്ചാൽ മക്കളെ, എന്താണ്, രാജ്യത്തിന്റെ ഐശ്വര്യത്തിനായി 6 വർഷത്തിലൊരിക്കലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടക്കുന്നത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നീ 3 വേദങ്ങളും പാരമ്പര്യ രീതിയിൽ പല ആവൃത്തി ചൊല്ലുന്നതാണ് മുറജപത്തിലെ പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാ, രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാ മുറജപം ആഘോഷിക്കുന്നത്. 6 വർഷത്തിലൊരിക്കലാണ് ഇത് ആഘോഷിക്കുന്നത്. നമ്മുടെ 3 വേദങ്ങളായിട്ടുള്ള ഋഗ്വേദം, യജുർവേദം, സാമവേദം, ഈ 3 എണ്ണത്തിൻ്റെയും എന്താണ് വേദങ്ങൾ മൊത്തം പാരമ്പര്യ രീതിയിൽ പല ആവൃത്തി ചൊല്ലുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, മുറജപത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിട്ട് പറയുന്നത്. മുറജപത്തിലെ ചെറു ചടങ്ങായിരുന്ന ഭദ്രദീപം വർഷത്തിൽ 2 തവണ വീതം ഭദ്രദീപം നടത്തപ്പെട്ടിരുന്നു. മുറജപം ആദ്യമായിട്ട് ആഘോഷിച്ചത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1750 മുറജപം ആദ്യമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തു വയ്ക്കുക. മുറജപം ആദ്യമായി ആഘോഷിച്ച വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1750 മുറജപം ആദ്യമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ മുറജപത്തിലെ ചെറു ചടങ്ങായിരുന്നു ഭദ്രദീപം. വർഷത്തിൽ 2 തവണ വീതമാണ് ഭദ്രദീപം നടത്തിയിരുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. ഇത് ബേസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ LGS മുതൽ ഡിഗ്രി ലെവൽ എക്സാംസിന് വരെയും ചോദിച്ചേണ്ട തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട് കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്നാണുള്ളത്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം, അതാണ് ഏതെന്ന് പറയുന്നത്, കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. അപ്പോൾ കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10.
ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ ചെറുത്തുനിൽപ്പായിരുന്നു കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ സഹായിച്ച വിദേശികളായിരുന്നു ബ്രിട്ടീഷുകാർ. മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപരായിരുന്നു ഡിലനോയ്. പിന്നീട് അദ്ദേഹത്തെ തിരുവിതാംകൂറിന്റെ സർവ്വ സൈന്യാധിപനായി മാറ്റുവാണ് ആരെ വിദേശിയായിട്ടുള്ള ഡിലനോയെ. പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു വലിയ കപ്പിത്താൻ. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് നമ്മുടെ ആരാണ്? ഈ പറയുന്ന ഡിലനോയി ആണ്. ഓക്കെ, അപ്പോൾ ഡച്ച് സൈന്യാധിപനായ ഡിലനോയ് ആണ് പിന്നീട് ഏത് പേരിൽ അറിയപ്പെട്ടത്? തിരുവിതാംകൂറിന്റെ സർവ്വ സൈന്യാധിപൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തക്കലക്കടുത്ത് ഉദയഗിരി കോട്ടയിലാണ്. അപ്പോൾ ആരാണ്? ഡിലനോയിയുടെ ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ തക്കലക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ്. വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമാര് തന്നെയാണ്, ഡച്ച് സൈന്യാധിപനായിട്ടുള്ള ഡിലനോയി ആണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി മാർത്താണ്ഡവർമ്മയുടെ ഭരണ പരിഷ്കാരങ്ങളാണ്. അദ്ദേഹത്തിന്റെ സമയത്ത് ബജറ്റ് അറിയപ്പെട്ടത് പതിവ് കണക്ക് എന്ന പേരിലാണ്. ഓക്കെ, അപ്പോൾ ബജറ്റ് മാർത്താണ്ഡവർമ്മയുടെ ഭരണ പരിഷ്കാരത്തിൽ ബജറ്റ് അറിയപ്പെട്ടത് പതിവ് കണക്ക്. ചെക്ക് പോസ്റ്റ് അറിയപ്പെട്ടതാണ് ചൗക്കകൾ എന്ന പേരിൽ. നമ്മൾ പറഞ്ഞു, അതായത് എന്താണ്? ഈ പറയുന്ന കള്ളക്കടത്തും കാര്യങ്ങളൊക്കെ എന്താണ് നിലവിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ഓരോ അതിർത്തി തോറും എന്ത് ചെയ്തു? ചൗക്കകൾ നിർമ്മിച്ചു എന്ന് പറഞ്ഞു, അതായത് ചെക്ക് പോസ്റ്റ്. ഇനി പോസ്റ്റൽ സംവിധാനം അറിയപ്പെട്ടതാണ് അഞ്ചൽ എന്ന പേര്. അപ്പോൾ നമ്മൾ പറഞ്ഞു തിരുവിതാംകൂർ നാട്ടുരാജ്യമാണ് ആദ്യമായിട്ട് പോസ്റ്റൽ സമ്പ്രദായം കൊണ്ടുവന്നത്. അത് അറിയപ്പെട്ട പേരാണ് അഞ്ചൽ എന്ന പേരില്. താലൂക്ക് ഓഫീസാണ് മണ്ഡപത്തും വാതുക്കൽ. തഹസീൽദാർമാർ അറിയപ്പെട്ടത് കാര്യക്കാർ എന്ന പേരിലാണ്. വില്ലേജ് ഓഫീസർ ആണെങ്കിൽ പകുതികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ധനമന്ത്രിമാർ മുളകുമടി ശീലക്കാർ എന്ന പേരിലാണ് ധനമന്ത്രിമാർ അറിയപ്പെട്ടത്. അപ്പോൾ ധനമന്ത്രിമാർ മുളകുമടി ശീലക്കാർ, വില്ലേജ് ഓഫീസർ പകുതികൾ, തഹസീൽദാർ കാര്യക്കാർ, താലൂക്ക് ഓഫീസ് മണ്ഡപത്തും വാതുക്കൽ. പോസ്റ്റൽ സമ്പ്രദായം അറിയപ്പെട്ടത് അഞ്ചൽ എന്ന പേരിലാണ്. ചെക്ക് പോസ്റ്റ് ചൗക്കകൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ബജറ്റ് പതിവ് കണക്ക്. ഇത്രയും കാര്യം ഉറപ്പായിട്ടും ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് മാർത്താണ്ഡവർമ്മ വർഷങ്ങളിലൂടെ നമുക്ക് ഓടിച്ചൊന്ന് നോക്കാം. 1706 മാർത്താണ്ഡവർമ്മ ജനിച്ചു. 1723 ഇംഗ്ലീഷുകാരുമായി വേണാട് ഉടമ്പടി. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. 1729 മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായി ചുമതലയേറ്റു. അപ്പോൾ അദ്ദേഹം തിരുവിതാംകൂറിലെ ഭരണാധികാരിയായി ചുമതലയേറ്റ വർഷം നമുക്കറിയാം 1729. 1730 8 വീട്ടിൽ പിള്ളമാരെ തമിഴ്നാട്ടിലെ മേയ്ക്ക മണ്ഡപത്ത് വെച്ച് തൂക്കിലേറ്റി. 1731-33 ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കിപ്പണിതു. അപ്പോൾ മാർത്താണ്ഡവർമ്മ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കിപ്പണിത വർഷം 1731-33. കുളച്ചൽ യുദ്ധം വെരി വെരി ഇമ്പോർട്ടൻ്റ്. എന്നാണ്? 1741 കുളച്ചൽ യുദ്ധം. ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. മാന്നാർ ഉടമ്പടി 1742 മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിലാണ് മാന്നാർ ഉടമ്പടി. 1746 പുറക്കാട് യുദ്ധം. ഓക്കെ, പുറക്കാട് യുദ്ധം 1746. 1750 ജനുവരി 3 തൃപ്പടി ദാനം. 1753 ഡച്ചുകാരുമായി മാവേലിക്കര ഉടമ്പടി. 1753. 1758 മാർത്താണ്ഡവർമ്മ നാട് നീങ്ങി. ഓക്കെ, അപ്പോൾ എന്നാണ് അദ്ദേഹം നാട് നീങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1758. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് എന്ത് ചെയ്യുക? ഓടിച്ച് ഒന്നുകൂടി നിങ്ങളൊന്ന് പഠിച്ച് അല്ലെങ്കിൽ ഒന്നുകൂടിയും ഒന്ന് എന്ത് ചെയ്യുക? കേൾക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 1-2 പ്രാവശ്യം നോട്ട് വായിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളെല്ലാ പോയിന്റ്സും നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. മാക്സിമം എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാം ശക്തൻ തമ്പുരാൻ. കൊച്ചിയുടെ ചരിത്രത്തിൽ ഇതാണ് ശക്തൻ തമ്പുരാൻ എന്ന് പറയുന്നത്. കൊച്ചിയുടെ ചരിത്രത്തിൽ ശക്തൻ തമ്പുരാന്റെ ഭരണകാലഘട്ടം സാമ്പത്തിക സാമൂഹ്യ വികസനത്തിന്റെ യുഗമായി നമുക്ക് കാണാം. എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും ചന്തകളും ഒക്കെ തുറന്നു. അതേപോലെ തന്നെ ക്ഷേത്രങ്ങൾ പുനർനിർമ്മിച്ചു. തൃശ്ശൂർ പൂരം ആരംഭിച്ചു. ഇതെല്ലാം ആരുടെ കാലത്താ? ശക്തൻ തമ്പുരാന്റെ കാലത്താണ്.
റോഡുകൾ, പാലങ്ങൾ, തടാകങ്ങൾ, സത്രങ്ങൾ തുടങ്ങിയവ നടപ്പിലാക്കാൻ അദ്ദേഹം താല്പര്യം കാണിച്ചു. കൊച്ചിയിലെ ഫ്യൂഡൽ യുഗത്തിന് അന്ത്യം കുറിച്ചു. അദ്ദേഹം ശക്തമായ ഒരു കേന്ദ്രീകൃത രാജഭരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. മാർത്താണ്ഡവർമ്മ സ്വീകരിച്ച അതേ നയങ്ങൾ പ്രഭുക്കന്മാർക്കെതിരെ ശക്തൻ തമ്പുരാൻ കൊച്ചിയിലും സ്വീകരിച്ചു. സമ്പന്നരായ പ്രഭുക്കന്മാരുടെ ഭൂമികൾ പിടിച്ചെടുക്കുകയും 18-ാം നൂറ്റാണ്ടോടെ ഭൂസർവേ ആരംഭിക്കുകയും ചെയ്തു. കൊച്ചിയിൽ പല റവന്യൂ ഘടകങ്ങളായി രാജ്യത്തെ വിഭജിക്കുകയും ഇത് കോവിലകത്തും വാതുക്കൽ എന്ന പേരിൽ അറിയപ്പെട്ടു. ഭരണത്തിന്റെ അടിസ്ഥാന ഘടം പ്രവർത്തിക്കാരുടെ കീഴിലുണ്ടായിരുന്നു ഗ്രാമങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു ആരുടെ ഈ പറയുന്ന ശക്തൻ തമ്പുരാനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് കൊച്ചിയുടെ ചരിത്രത്തിലെ ശക്തൻ തമ്പുരാന്റെ ഭരണകാലഘട്ടം സാമ്പത്തിക സാമൂഹ്യ വികസനത്തിന്റെ യുഗമായിരുന്നു. അതേപോലെ തന്നെ കുറെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങള്, ചന്തകള്, ക്ഷേത്രങ്ങള്, സത്രങ്ങള്, പാലങ്ങൾ, തടാകങ്ങൾ, റോഡുകൾ ഇതൊക്കെ ആരുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ നിർമ്മിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശക്തൻ തമ്പുരാന്റെയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മറ്റൊരു ഇതായിരുന്നു എന്തെന്ന് പറയുന്നത്, അതായത് കോവിലക്കും വാതുക്കൽ എന്നറിയപ്പെട്ടിരുന്നത്. അതായത് കൊച്ചിയിൽ പല റവന്യൂ ഘടകങ്ങളായി രാജ്യത്തെ വിഭജിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശക്തൻ തമ്പുരാനാണ്. അതിനെയാണ് അറിയപ്പെട്ടിരുന്നത് കോവിലകത്തും വാതുക്കൽ എന്ന പേരിൽ. ഓക്കെ, അടുത്താണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ഇദ്ദേഹത്തെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1758 മുതൽ 1798 വരെയാണ്. ആരുടെ കാലഘട്ടം? കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, കാർത്തിക തിരുനാൾ രാമവർമ്മ നമുക്കറിയാം തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവ്. അത് തന്നെയാണ് PSC ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യവും എന്ന് പറയുന്നത്. അപ്പോൾ തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ധർമ്മരാജ എന്നറിയപ്പെട്ടിരുന്നത് ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നെ PSC ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നതാണ് കിഴവൻ രാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാ? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നത്? കിഴവൻ രാജ എന്ന പേരിൽ അറിയപ്പെട്ടു, ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെട്ടു. ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? നമ്മുടെ ധർമ്മരാജയാണ്. ധർമ്മരാജയുമായുള്ള സഖ്യമുണ്ടാക്കിയത് കൊച്ചിയിലെ രാജാവായിട്ടുള്ള കേരളവർമ്മയാണ്. ഓക്കെ, അപ്പോൾ ധർമ്മരാജാവുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? കേരളവർമ്മയാണ്. 1762 കൊച്ചിയിലും തിരുവിതാംകൂറുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശുചീന്ദ്രം ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ 1762 കൊച്ചിയും തിരുവിതാംകൂറുമായി ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു ശുചീന്ദ്രം ഉടമ്പടി. ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വച്ചാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത്. ബാലരാമഭാരതം എഴുതിയത് ധർമ്മരാജയാണ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി രചിച്ച കൃതിയായിരുന്നു ബാലരാമഭാരതം എന്ന് പറയുന്നത്. അപ്പോൾ ബാലരാമഭരതം എന്ന് പറയുന്നത് എഴുതിയത് ധർമ്മരാജ. എന്തിനെ അടിസ്ഥാനമാക്കിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി രചിച്ച കൃതിയാണ്. ധർമ്മരാജയുടെ പ്രധാന ആട്ടക്കഥകളായിരുന്നു സുഭദ്രാഹരണം, രാജസൂയം, കല്യാണ സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം, ഗന്ധർവ വിജയം, നരകാസുരവധം. ഇതൊക്കെ ആരുടെയാ? ധർമ്മരാജയുടെ പ്രധാന ആട്ടക്കഥകളായിരുന്നു. ഓക്കെ, കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്നത് ധർമ്മരാജ്യം എന്ന പേരിലാണ്. അപ്പോൾ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്നത് ധർമ്മരാജ്യം എന്ന പേരിലാണ്. ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താന്റെയും മലബാർ ആക്രമണ സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നു കാർത്തിക തിരുനാൾ രാമവർമ്മ. ടിപ്പുവിന്റെ ആക്രമണകാലത്ത് മലബാറിൽ നിന്നും പലായനം ചെയ്ത ജനങ്ങൾ അഭയം നൽകുന്നതിനാൽ ആണ് ധർമ്മരാജ എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ധർമ്മരാജ എന്ന് വിളിച്ചതെന്ന് ചോദിച്ചാൽ ടിപ്പുവിന്റെ ആക്രമണ കാലത്ത് മലബാറിൽ നിന്നും പലായനം ചെയ്ത ജനങ്ങൾക്ക് അഭയം നൽകിയതിനാലാണ് ധർമ്മരാജ എന്ന പേര് ആർക്ക് ലഭിച്ചത്? ഈ പറയുന്ന കാർത്തിക തിരുനാളിന് ലഭിച്ചത്. മൈസൂർ സൈന്യത്തിന്റെ കടന്നുകയറ്റം തടയാൻ നെടുങ്കോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ. ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിച്ച വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1789 ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിക്കുന്നത്. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ സദസ്സിൽ
ജീവിച്ചിരുന്ന പ്രമുഖ കവികളാണ് കുഞ്ചൻ നമ്പ്യാരും അതേപോലെ തന്നെ ഉണ്ണായി വാര്യരും. അപ്പോൾ ആരുടെയാണ്? മാർത്താണ്ഡവർമ്മയുടെ ആ ഒരു സദസ്സിലും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ സദസ്സിലും ജീവിച്ചിരുന്നു ആര്? കുഞ്ചൻ നമ്പ്യാരും അതേപോലെ തന്നെ ഉണ്ണായി വാര്യരും. ഓക്കെ, രാജാ കേശവദാസ്, ഇതാണ് ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാൻ എന്നറിയപ്പെടുന്ന വ്യക്തി, രാജാ കേശവദാസ്. തിരുവിതാംകൂറിന്റെ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യ വ്യക്തി. വലിയ ദിവാൻജി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ദിവാൻ ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? നമ്മുടെ ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാനായ രാജാ കേശവദാസ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് രാജാ കേശവദാസ്. രാജാ കേശവദാസിന്റെ യഥാർത്ഥ പേരാണ് കേശവപിള്ള. രാജാ കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോണിങ്ടൺ പ്രഭു ആണ് രാജാ കേശവദാസിന് രാജ എന്ന പദവി നൽകിയത്. ആലപ്പുഴ തുറമുഖവും ചാലക്കമ്പോളവും പണി കഴിപ്പിച്ചു. ആലപ്പുഴ പട്ടണത്തിന്റെ സ്ഥാപകനാണ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, ബേസ് ചോദ്യമാണ്, ഒത്തിരി തവണ LGS LDC എക്സാമുകളിൽ ചോദിച്ചതാണ്. ആലപ്പുഴ പട്ടണത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജാ കേശവദാസ് ആണ് ആലപ്പുഴ പട്ടണത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. രാജാ കേശവദാസിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ പട്ടണമാണ് കേശവദാസപുരം എന്ന് പറയുന്നത്. അപ്പോൾ രാജാ കേശവദാസിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ പട്ടണമാണ് ഏതെന്ന് പറയുന്നത്? കേശവദാസപുരം. MC റോഡിന്റെ പണി ആരംഭിച്ചു 1773. സമഗ്രമായ ഒരു റവന്യൂ സർവേ നടത്തി, അതും ആര് തന്നെയാ? രാജാ കേശവദാസ്. അടുത്ത നമുക്ക് പഠിക്കാം അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. ധർമ്മരാജയുടെ പ്രശസ്തനായ ദളവ അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. തെക്കേമുഖം, വടക്കേമുഖം, പടിഞ്ഞാറേമുഖം എന്നിങ്ങനെ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ വിഭജിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ്. അപ്പോൾ തിരുവിതാംകൂറിനെ തെക്കേമുഖം, വടക്കേമുഖം, പടിഞ്ഞാറേമുഖം അങ്ങനെ വിഭജിച്ച തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആരെന്ന് പറയുന്നത്? അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. സർവാധി കാര്യക്കാർ എന്ന ഉദ്യോഗസ്ഥന്റെ കീഴിലായിരുന്നു ഈ ഒരു മേഖല. അയ്യപ്പൻ ഏത് നഗരത്തിന്റെ സ്ഥാപകനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്കല നഗരത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ്. അപ്പോൾ വർക്കല നഗരത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. ആലപ്പുഴ പട്ടണത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ രാജാ കേശവദാസ്. മറന്നുപോയത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് കാർത്തിക തിരുനാളിന്റെ ഭരണപരിഷ്കാരങ്ങൾ. ആലങ്ങാടും പറവൂരും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത ഭരണാധികാരി. തെക്കൻ കളരി അവതരിപ്പിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. കഥകളിയുടെ ഉന്നമനത്തിനായി കൊട്ടാരം കഥകളി യോഗം സംഘടിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി കാർത്തിക തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1790 തിരുവനന്തപുരത്ത് കൽക്കുളം എന്ന സ്ഥലത്തേക്കാണ് അദ്ദേഹം മാറ്റിയത്. കിഴക്കേക്കോട്ടയും പടിഞ്ഞാറേക്കോട്ടയും പണി പൂർത്തിയാകുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മരാജ. പണി ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. കർണാടക സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകളോടുകൂടിയ കുലശേഖര മണ്ഡപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതും കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അപ്പോൾ കർണാടക സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകൾ അത് കുലശേഖര മണ്ഡപം എന്ന പേരിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. എല്ലാ മതസ്ഥർക്കും നൽകുന്ന സേവനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിന് കത്ത് ലഭിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ. അപ്പോൾ എല്ലാ മതസ്ഥർക്കും നൽകുന്ന സേവനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിന്റെ കത്ത് ലഭിച്ച തിരുവിതാംകൂർ രാജാവ് അത് ധർമ്മരാജ, കിഴവൻ രാജ, കാർത്തിക തിരുനാൾ രാമവർമ്മ എന്നറിയപ്പെടുന്ന രാജാവാണ്. തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം എന്ത് ചെയ്തു? ഭരണം നടത്തി. കിഴവൻ രാജ, ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? പഠിച്ചു വയ്ക്കണം, മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് തിരുവിതാംകൂർ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. മാർത്താണ്ഡവർമ്മ നമ്മൾ പറഞ്ഞു, ശക്തൻ തമ്പുരാൻ നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന് പറയുന്ന നമ്മുടെ കിഴവൻ രാജയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വന്ന ചോദ്യങ്ങളാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് വീണ്ടും ഒന്നുകൂടി എടുത്ത് ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളമാണ്. അപ്പോൾ നമ്മുടെ ഇന്ന് പഠിക്കാനുള്ള മലയാളം എന്ന് പറയുന്നത് മലയാളത്തിലെ ശൈലികളാണ്.
മലയാളത്തിലെ ശൈലികൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഇമദോഷം കണ്ണറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന്റെ കുറ്റം അവനവൻ അറിയുകയില്ല. ഓക്കെ, അതാണ് ഇമദോഷം കണ്ണറിയില്ല. ഓക്കെ, അപ്പോൾ അതാണ് അവനവന്റെ കുറ്റം അവനവൻ അറിയുകയില്ല. ഇത്തിൽ പിടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാശകേതു ബാധിക്കുക എന്നതാണ് ഇത്തിൽ പിടിക്കുക. നമ്മൾ പറയില്ലേ, ചില മരങ്ങളിലൊക്കെ ഇത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ആ മരം അങ്ങനെ തന്നെ എന്ത് ചെയ്യും, നശിച്ചു പോകും. അപ്പോൾ ഇത്തിൽ പിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നാശം ബാധിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇട്ട കൈക്ക് കടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദികേട് കാണിക്കുക. അപ്പോൾ നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്തു, ആ ഹെൽപ്പ് ചെയ്ത ആൾക്ക് തന്നെ നമ്മൾ പണി കൊടുക്കുക, അതിനാണ് എന്ത് ചെയ്യുന്നത്, ഇട്ട കൈക്ക് കടിക്കുക. അടുത്തത് ഇടിവെട്ടിയ മരം പോലെ. അതായത് ഇടിവെട്ടിയ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പിന്നെ പ്രത്യേകിച്ചൊന്നും അതിന് എന്തുണ്ടാവില്ല, കൂടുതലായിട്ടൊന്നും പിന്നീട് അതിൻ്റെ ഒരു ശിഖരങ്ങളോ അല്ലെങ്കിൽ ഇലകളോ അങ്ങനെ ഒന്നും കാണത്തില്ല. അത് അങ്ങനെ തന്നെ നിൽക്കും. പിന്നീട് എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തീർന്നു പോകും എന്ന് പറഞ്ഞ പോലെ സ്തംഭിച്ച അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഇടിവെട്ടിയ മരം പോലെ. അടുത്തത് ഇടികേട്ട മയിൽ. ഓക്കെ, ഇടികേട്ട മയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ശരിക്കും പറഞ്ഞാൽ ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാവുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മയിലുകൾ എന്ത് ചെയ്യുന്നത്, നൃത്തം വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ മയിലുകൾ നൃത്തം വയ്ക്കുന്നത് അവർക്ക് എന്തുകൊണ്ടാണ്, ഭയങ്കരധികം സന്തോഷം ഉണ്ടാവുമ്പോഴാണ്. അപ്പോൾ ഇടി, മഴ, മിന്നലാണ് മയിലുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇടികേട്ട മയിൽ അപ്പം തന്നെ എന്ത് ചെയ്യും, ഡാൻസ് കളിക്കും. അത് എന്തുകൊണ്ടാണ്, സന്തോഷം കൊണ്ടാണ്. അപ്പോൾ സന്തുഷ്ടൻ എന്നതാണ് ഇടികേട്ട മയിൽ എന്നതിൻ്റെ അർത്ഥം. അടുത്തത് ഇടികേട്ട പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയപ്പെട്ടൻ. പക്ഷെ പാമ്പുകൾക്ക് ഇടി കേട്ട് കഴിഞ്ഞാൽ ഭയപ്പെടുക എന്നാണ്. ഇടിച്ചു പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അപലപിക്കുക. ഇടം കെടുക എന്ന് ചോദിച്ചാൽ നില കെടുക എന്നതാണ് ഇടം കെടുക എന്നതിൻ്റെ അർത്ഥം. ഇടത്ത് വയ്ക്കുക അപ്രദക്ഷിണമായി എന്നതാണ്, അപ്രദക്ഷിണമായി അതാണ് ഇടത്ത് വയ്ക്കുക. ഇഞ്ചി കടിച്ച കുരങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപിച്ചവൻ എന്നതിനാണ് ഇഞ്ചി കടിച്ച കുരങ്ങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഴം നോക്കുക അറിവ് പരിശോധിക്കുക. അപ്പോൾ ആഴം നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അറിവ് പരിശോധിക്കുക. ആൾ പൂകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാസനാവുക എന്നതാണ് ആൾ പൂക്കുക എന്നതിൻ്റെ അർത്ഥം. ആശാന് പിഴച്ചാൽ ഏത്തമില്ല. പ്രമാണിമാരൊക്കെ എന്താണ്, കുറ്റം ചെയ്താൽ ആരും എന്ത് ചെയ്യില്ല, ചോദിക്കത്തില്ല. അപ്പോൾ അതിനാണ് എന്തെന്ന് പറയുന്നത്, ആശാന് പിഴച്ചാൽ ഏത്തമില്ല. ആശാന് ഇപ്പം എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, അതിനെ ചോദ്യം ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആശാന് പിഴച്ചാൽ ഏത്തമില്ല. പ്രമാണിമാർ കുറ്റം ചെയ്താൽ ആരും ചോദിക്കില്ല. ആള് ഇളകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണി ഇളകുക. ആണി ഇളകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഭ്രാന്ത് പിടിക്കുക എന്നതാണ് ആണി ഇളകുക എന്നതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ആണിയിലൊക്കെയാണ് പണ്ട് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നമ്മൾ എന്താണ് ഈ സംഭവങ്ങളൊക്കെ തറച്ചു വെച്ച് നമ്മൾ എന്താണ് ബാധ തീർക്കുന്നതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആണി ഇളകുക എന്ന് വെച്ചാൽ, ആണി ഇളകി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഭ്രാന്ത് പിടിക്കുക. നമ്മൾ പറയാറില്ല നിന്റെ ആണി ഇളകി കിടക്കുകയാണോ എന്നുള്ളത്. എന്താണ്, ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചോദിക്കുന്നത്, ആണി ഇളകുക എന്നുള്ളത് ചോദിക്കുന്നത്. ഓക്കെ, ഇനി ഒന്നുകൂടി പറയാം. ഇമദോഷം കണ്ണറിയില്ല. ഓക്കെ, അവനവന്റെ കുറ്റം അവനവൻ അറിയുകയില്ല. ഇത്തിൽ പിടിക്കുക നാശഹേതു ബാധിക്കുക. ഇട്ട കൈക്ക് കടിക്കുക നന്ദികേട് കാണിക്കുക. ഇടിവെട്ടിയ മരം പോലെ സ്തംഭിച്ച അവസ്ഥ. ഇടികേട്ട മയിൽ സന്തുഷ്ടൻ. ഇടികേട്ട പാമ്പ് ഭയപ്പെട്ടവൻ. ഇടിച്ചു പറയുക അപലപിക്കുക. ഇടം കെടുക നിലകെടുക. ഇടത്തു വയ്ക്കുക അപ്രദക്ഷിണമായി. ഇനി ഇഞ്ചി കടിച്ച കുരങ്ങ് കോപിച്ചവൻ. ആഴം നോക്കുക അറിവ് പരിശോധിക്കുക. ആൾ പൂകുക ദാസനാവുക. ആശാനു പിഴച്ചാൽ ഏത്തമില്ല. പ്രമാണിമാർ കുറ്റം ചെയ്താൽ ആരും ചോദിക്കാനില്ല. ആണി ഇളകുക ഭ്രാന്ത് പിടിക്കുക എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്തത് നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കാനുള്ളത് ഇഡിയംസ് ആൻഡ് ഫ്രേസ് ആണ്. ബ്ലഡ് തിക്കർ ദാൻ വാട്ടർ. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. ദ ഫാമിലി ബോണ്ട് ഈസ് ക്ലോസർ ദാൻ എനിത്തിങ് എൽസ്. നമ്മൾ പറയില്ലേ, അതായത് എന്താണ്, എന്താണ് ബ്ലഡ് ഈസ് തിക്കർ ദാൻ എന്താണ് വാട്ടർ. അതായത് നമുക്ക് എന്താണ്, നമ്മുടെ എന്താണ് ആ ബ്ലഡിനോട്, അതായത് നമ്മുടെ സ്വന്തത്തിനോട് ഒരു പ്രത്യേക എന്തുണ്ടാവും, ഒരു വാത്സല്യവും അതേപോലെ തന്നെ ഒരു സ്നേഹവും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്നുള്ളത്. ഓക്കെ, അടുത്തത് ബേൺ ദ കാൻഡിൽ അറ്റ് ദ ബോത്ത് എൻഡ്സ്. എക്സോസ്റ്റ് വൺ ഫിസിക്കൽ ഓർ മെന്റൽ റിസോഴ്സസ് ബൈ ഓവർ വർക്ക് ഓർ ഓവർ ഇൻഡിഗ്ലൻസ് ഇൻ സം ആക്ടിവിറ്റി. അതായത് രണ്ട് തലയും കൂട്ടിമുട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബേൺ ദ കാൻഡിൽ അറ്റ് ദ ബോത്ത് എൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു ജീവിതത്തിൽ രണ്ടുപേരുടെയും എന്താണ് ആ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമാണ് എങ്ങനെയെങ്കിലും നമുക്ക് ജീവിച്ചു പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ രണ്ട് നിലയും കൂട്ടിമുട്ടിക്കുക എന്തിനു വേണ്ടിയിട്ട്, ഈ പറയുന്ന ആ ഒരു സക്സസിന് വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തതാണ് ബേൺസ് ദ മിഡ് നൈറ്റ് ഓയിൽ വർക്ക്. ബേൺസ് ദ മിഡ് നൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ വർക്ക് ഓർ സ്റ്റഡി ലേറ്റ് ഇൻ ടു നൈറ്റ്. ഓക്കെ,
ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഓർ സ്റ്റഡി ഇൻ ടു ദ നൈറ്റ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് പറയാം കേട്ടോ. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ, അതായത് വർക്ക് ഓർ സ്റ്റഡി ഇൻ ടു ലേറ്റ് നൈറ്റ്. ഓക്കെ, ലേറ്റ് ഇൻ ടു നൈറ്റ്, അതായത് എന്ത് ചെയ്യുക, ഈ ഉറക്കം എന്താണ് ഉറക്കം എന്താണ് കെട്ട് പഠിക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൾ എ സ്പേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്ക് ഫ്രാങ്ക്ലി ആൻഡ് ഡയറക്റ്റ്ലി, അതായത് എന്ത് കാര്യവും എന്ത് ചെയ്യുക, നേരെ പറയുക എന്നുള്ളതാണ് കോൾ എ സ്പേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് കനോട്ട് കട്ട് ദ മസ്റ്റേർഡ്. ഓക്കെ, സംവൺ ഹൂ ഈസ് നോട്ട് ആഡിക്വേറ്റ് ഇനഫ് ടു കോമ്പറ്റർ ഓർ പാർട്ടിസിപ്പേറ്റർ. ഓക്കെ, അതായത് എന്താണ് നമ്മൾ പറയില്ലേ, ഈ പറയുന്ന നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ എന്താണ് കടുക് എന്താണ് അത് എന്താണ് ഭേദിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറയില്ല. അത് വലിയൊരു ടാസ്കിനെയാണ് അങ്ങനെ പറയുന്നത്, കനോട്ട് കട്ട് ദ മസ്റ്റേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, കടുകിനെ നമുക്ക് മുറിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്ത കാസ്റ്റ് അയൺ സ്റ്റൊമക് ടു ഏബിൾ ടു ഈറ്റ് ഡ്രിങ്കിങ് എനിത്തിങ് വിത്തൗട്ട് എനി പ്രോബ്ലം. ഓക്കെ, അത് ഇനി എന്താണ് അടുത്തതാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് കാസ്റ്റ് അയൺ സ്റ്റൊമക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഏബിൾ ടു ഈറ്റ് ഓർ ഡ്രിങ്കിങ് എനിത്തിങ് വിത്തൗട്ട് എനി പ്രോബ്ലം, അതാണ് കാസ്റ്റ് അയൺ സ്റ്റൊമക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ചീപ്പർ ഓൺ ഹിസ് ഷോൾഡർ, ചിപ്പ് ഓൺ യുവർ ഷോൾഡർ എന്നാണ് കേട്ടോ. ചിപ്പ് ഓൺ യുവർ ഷോൾഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീയിങ് ആംഗ്രി അബൌട്ട് സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന ആളെയാണ് എന്തെന്ന് പറയുന്നത്, ചിപ്പ് ഓൺ യുവർ ഷോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. ഓക്കെ, കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത്, യെസ്, കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ് അൺബിലീവബിൾ ടെയിൽ. നമ്മൾ പറയാറില്ല ഈ പഴയകാല നമ്മൾ എന്താണ് ഈ പറയുന്ന കഥകൾ, അപ്പോൾ അതിനെയൊക്കെയാണ് ഈ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത്. കം ഓഫ് വിത്ത് ദ ഫ്ലൈയിങ് കളേഴ്സ്, ബി ഹൈലി സക്സസ്ഫുൾ ആണ് കം വിത്ത് ദ ഫ്ലൈയിങ് കളേഴ്സ് എന്ന് പറയുന്നത്. ബിറ്റ്വീൻ ദ ഡെവിൽ ആൻഡ് ഡീപ്പ് സീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിറ്റ്വീൻ ടു ഡേഞ്ചറസ് എന്നതാണ്. അതായത് എന്താണ് നമ്മൾ പറയാറില്ലേ, ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുവിൽ എന്നുള്ളത്. അപ്പോൾ അതാണ് ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ഡീപ് സീ, ബിറ്റ്വീൻ ടു ഡേഞ്ചറസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. ഓക്കെ, ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഫാമിലി ബോണ്ട് ഈസ് ക്ലോസർ ദാൻ എനിത്തിങ് എൽസ്. അടുത്തത് ബേൺ ദ കാൻഡിൽ അറ്റ് ദ ബോത്ത് എൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സോസ്റ്റ് വൺ ഫിസിക്കൽ ഓർ മെന്റൽ റിസോഴ്സസ് ബൈ ഓവർവർക്ക് ഓർ ഓവർ ഇൻഡിഗ്ലൻസ് ഇൻ സം ആക്ടിവിറ്റി. അടുത്തത് ബേൺ ദ മിഡ് നൈറ്റ്. ബേൺ ദ മിഡ് നൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓക്കെ, അപ്പോൾ ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്ക് ഓർ സ്റ്റഡി ലേറ്റ് ഇൻ ടു നൈറ്റ്, അതായത് ഭയങ്കര താമസിച്ചൊക്കെ ഇരുന്ന് പഠിക്കുന്നതാണ് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഓർ സ്റ്റഡി ലേറ്റ് ഇൻ ടു നൈറ്റ്. കോൾ എ സ്പേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്ക് ഫ്രാങ്ക്ലി ആൻഡ് ഡയറക്റ്റ്ലി. കനോട്ട് കട്ട് ദ മസ്റ്റേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംവൺ ഹൂ ഈസ് നോട്ട് ആഡിക്വേറ്റ് ഇനഫ് ടു കോമ്പറ്റർ പാർട്ടിസിപ്പേറ്റ്. ഓക്കെ, അടുത്തത് കാസ്റ്റ് അയൺ സ്റ്റൊമക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഏബിൾ ടു ഈറ്റ് ഓർ ഡ്രിങ്ക് എനിത്തിങ് വിത്തൗട്ട് എനി പ്രോബ്ലം. അടുത്തത് ചിപ്പ് ഓൺ യുവർ ഷോൾഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീയിങ് ആംഗ്രി അബൌട്ട് സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻ അൺബിലീവബിൾ ടെയിൽ എന്നുള്ളതാണ്. കം വിത്ത് ദ ഫ്ലൈയിങ് കളേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഹൈലി സക്സസ്ഫുൾ. ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ ഡീപ് സീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിറ്റ്വീൻ ടു ഡേഞ്ചറസ് എന്നതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇഡിയം ആൻഡ് ഫ്രേസ് ആണ്. അപ്പോൾ ഇത് ചിലതിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ടൈപ്പ് ചെയ്തപ്പോൾ വന്ന ചെറിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഒന്നുകൂടിയും എന്ത് ചെയ്യുക, അത് വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, സംഭവം എല്ലാം സെറ്റാണ്. അപ്പോൾ ചെറിയ മിസ്റ്റേക്കിൻ്റെ അകത്ത് ചിലതിൽ വന്നിട്ടുണ്ട്, ഈ കോക്ക് എന്നുള്ള അതിൻ്റെ അകത്ത് ഒരു സ്പെല്ലിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ള കണക്ക് എന്ന് പറയുന്നത് അംശബന്ധവും അനുപാതവും എന്ന് പറയുന്ന ടോപ്പിക്കാണ് കണക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്, അംശബന്ധവും അനുപാതവും. അപ്പോൾ നമുക്ക് 25 കണക്കുകൾ നമുക്ക് ടെലഗ്രാമിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ടെലഗ്രാമിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് 25 കണക്കുകൾ ഉണ്ടാവും. അപ്പോൾ ആ കണക്കുകൾ മൊത്തം എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന അംശബന്ധവും അനുപാതവും എന്ന് പറയുന്ന ടോപ്പിക്ക് മൊത്തം നിങ്ങൾ പഠിച്ച് അതിൻ്റെ അകത്ത് വരുന്ന എല്ലാ ടൈപ്പ് കണക്കുകൾ നമ്മൾ എന്താണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യും,
ഈ കണക്കിൻ്റെ എല്ലാവരും പറഞ്ഞു എക്സ്പ്ലനേഷൻ കൂടി ഇടാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പ്ലനേഷൻ കൂടി എഴുതിയിട്ടാണ് ഞാൻ ഇടാറുള്ളത്. അപ്പോൾ 25 കണക്കുകളുടെ എക്സ്പ്ലനേഷൻ അതിനുശേഷം വൈകുന്നേരം നമ്മുടെ ക്വസ്റ്റ്യൻ ബോർഡ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു 4 മണിക്ക് മുമ്പ് തന്നെ എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. മാക്സിമം നേരത്തെ എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാക്കിയുള്ള കണക്കുകളുടെ എക്സ്പ്ലനേഷൻ ഞാൻ എന്ത് ചെയ്തേക്കാം, ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്നവരും അതേപോലെ തന്നെ എന്താണ് സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന ഒരു എക്സാമിന് വേണ്ടി പഠിക്കുന്നത്, അതേപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് VO, അടുത്ത് വരാനിരിക്കുന്ന ബിവറേജ് LDC, അങ്ങനെ ഒത്തിരി എക്സാമുകളാണ് നമുക്ക് 2025 അതേപോലെ തന്നെ 2026 തുടക്കത്തിലൊക്കെ ആയിട്ട് വരാനിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സാമിനൊക്കെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും പക്ക ബേസ് ആയിട്ടും അതേപോലെ തന്നെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള SCRT NCRT റെഫറൻസ് ബുക്കുകളായിട്ടുള്ള എല്ലാ ബുക്കുകളും നമുക്ക് റെഫർ ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ ഏറ്റവും എന്താണ് നിലവിലുള്ള നമ്മുടെ റാങ്ക് ഫയൽസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഓരോ ദിവസത്തെയും ക്ലാസ്സും അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള PDF നോട്ടും തരുന്നത്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് റിവിഷൻ ചെയ്യുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ക്വസ്റ്റ്യൻ പോളിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ആരെങ്കിലും ഇനിയും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ടെലഗ്രാമിൽ കൂടി ജോയിൻ ചെയ്യണം. PDF നോട്ട് കറക്റ്റായിട്ട് വായിക്കണം, ക്വസ്റ്റ്യൻ ബോർഡിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അതായത് നിലവിൽ ഈ പറയുന്ന എല്ലാത്തിൻ്റെയും ക്ലാസ് കഴിഞ്ഞാലുടൻ നമ്മൾ റിവിഷൻ ഉണ്ടാവും. അപ്പോൾ റിവിഷനും നിങ്ങൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ ചില കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, അതായത് നിലവിൽ എന്താണ് ഇത് എഴുതി അവർ വയ്ക്കുന്നുണ്ട്, അപ്പോൾ എഴുതി വച്ചാലും നല്ലതാണ്, എഴുതി വച്ചില്ലെങ്കിലും അടുത്തൊരു റിവിഷന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ഈ ടോപ്പിക്സുകളെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും റിവിഷൻ അടിച്ചു പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സാമിന് മുന്നേ എങ്കിലും നമ്മളൊരു 3 times എങ്കിലും റിവിഷൻ കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഇനിയെങ്കിലും ഈ ഒരു അതായത് PSCയുമായി സംബന്ധിച്ച് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരിലേക്കും കൂടി നമ്മുടെ വീഡിയോസ് ഒന്ന് എത്തിക്കുക. അസിസ്റ്റന്റ് സെയിൽസ്മാൻ പക്ക സെറ്റായിട്ട് നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.